തിരുവാതിരയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ നാളെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറ്റാണ്. 10 ദിവസമാണ് ഉത്സവം. അപ്പം റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അപ്പം ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ പകലുമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോയപ്പം ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീടിൻ്റെ വാതുകൂടെ. അപ്പം ഞാൻ എവിടെ പോകും? ഞാൻ പറഞ്ഞു തിരുവാതിര കാണാൻ പോകും. ഞാൻ പറഞ്ഞു അതെ. ആ കൊച്ചിനെയും കൊണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ വല്ലതും പറയാം അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെന്ന് കാണുന്നതെന്ന്. ഞാൻ പറഞ്ഞു ആർക്കും ഇഷ്ടമില്ല, അതൊരു വീട്ടിൻ്റെ വാതിക്കലാണ്, നടത്തുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന്. അല്ല ആർക്കും ഇഷ്ടമല്ല നമ്മളങ്ങനെ പോയി നിന്ന് കാണുന്നതേ, അവർ അമ്പലത്തിൽ കളിക്കുമ്പോഴല്ലേ കാണണ്ടേ. ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ അവരുടെ ആ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അവരുടെ ഉള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം അവർക്ക് അതൊന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ചെല്ലുമ്പോൾ അവർക്ക് ഈ കളിക്കുന്നവർക്കോ ആ വീട്ടുകാർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ഉള്ളിലൊരു തോന്നൽ. അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു സംശയത്തിലൂടെ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്. പിന്നെ ചിലർക്ക് ഇതുണ്ട്, എന്താണ് എൻ്റെ ആഗ്രഹം നടന്നില്ല, ഇനി അവർ പോയിട്ട് അവരുടെ ആഗ്രഹം നടക്കുമല്ലോ, ഈ ഒരു മൈൻഡുള്ള ചില ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇതിനു മുമ്പും ഞാൻ അങ്ങനെ പോയി കാണാറുണ്ട്. നമുക്കെന്താ, അവർക്കതിന് മത്സരമായിട്ടൊന്നും നടത്തുന്നതല്ല, എല്ലാവരും കളിക്കുന്നു, അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ കളിക്കുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നു. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ അവിടെ ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ കളിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്താണ്, അവരേതെങ്കിലും രീതിയിൽ നമ്മളോടത് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്കത് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ അവർ പെരുമാറും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് കളി നിർത്തും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ല വീട്ടുകാർക്കാണെങ്കിൽ വീട്ടുകാരെ നമ്മളെ കാണുമ്പോൾ വീണ്ടും ചെല്ലുമ്പം ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചെല്ലുന്നത് അവർക്ക് സന്തോഷമാണ്. അപ്പം എൻ്റെ മോളെയും കൂടെ എടുത്ത് അവിടുത്തെ കൊച്ച് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് അവളെയും കൂടെ നിർത്തിക്കൊണ്ടൊക്കെ തിരുവാതിരയുടെ ഒരു 2 സ്റ്റെപ്പൊക്കെ ഇടും. ഇപ്പം അതുകൊണ്ട് എന്താ, ഇവൾക്ക് ഈ ഒരു ഇതേ ചിന്തയുള്ളൂ. പാട്ടിനോടും ഡാൻസിനോടും ഒക്കെ ഇത്തിരി താല്പര്യമുണ്ട്. എനിക്കും ആ ഒരു താല്പര്യം കുഞ്ഞിലേ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കുമോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല, അവൾക്കതിനോടൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്ലാസിക്കലൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, കലാപരിപാടികൾ ഇങ്ങനെയുള്ള. കോളേജ് ലെവലില്ല, കോളേജിൽ പോയിട്ടില്ലെന്ന് വെച്ചാൽ കോളേജിൽ കലാപരിപാടികളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അന്നൊക്കെ നമുക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പരിപാടി അവിടെ നടക്കും, നമ്മളത് കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. +2 വരെയൊക്കെ ഉണ്ട്. പിന്നെ TTCക്ക് പോയ സമയത്ത് അവിടെ കുറച്ച് ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൾക്കും അതിനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ ഇങ്ങനെ കേൾപ്പിക്കും, അല്ലെങ്കിൽ ഞാനൊന്ന് മൂളി കൊടുക്കും. അവളതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പൊക്കെ അവർ ചെയ്യുന്നത് പോലൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് സന്തോഷം ഇല്ലേ. അപ്പം അല്ലാതെ അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ പോയാൽ നമ്മൾ അവിടെ നിൽക്കുക, അവരോട് വർത്താനം പറഞ്ഞല്ല നമുക്കതൊക്കെ കാണാൻ പറ്റുമോ? ഈ പറഞ്ഞ ആ ചേച്ചി എന്ന് പറയുന്നത് ഇത്തിരി വർത്തമാനം പറയാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങളതുവഴി അങ്ങോട്ട് നടക്കാനെങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെ പിടിച്ച് നിർത്തി വർത്താനം പറയാം. കുഞ്ഞ് പിന്നെ നിൽക്കത്തില്ല, അവൾക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരിത് പുള്ളിയുടെ മനസ്സിലുണ്ട്. ഇവർ തിരുവാതിരയ്ക്ക് പോയില്ലെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമല്ലോ എന്നൊരു ചിന്താഗതി ഉണ്ട്. പിന്നെ 100 പ്രാവശ്യം ചെന്നപ്പോൾ ആ ചേച്ചി വന്നിപ്പോണ്ട്, കടയിൽ പോയിട്ട് വന്ന വഴിയാണ് പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി കയറി പോകുന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ പ്രശ്നമൊന്നുമില്ല, ചേച്ചിക്ക് കാണണമെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിന്ന് കണ്ടിട്ട് പോയിക്കോ. ഇതൊക്കെ ഒരു മനസ്സിൻ്റെ സന്തോഷമല്ലേ. അത് അമ്പലത്തിൽ കളിക്കും. ഞാൻ പറഞ്ഞ അമ്പലത്തിൽ കളിക്കുക എന്നുള്ളത് ഇനിയും ദിവസങ്ങളുണ്ട്. അന്ന് ആരൊക്കെ ജീവനോടെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഭാവിയിലെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നമ്മൾക്ക് എന്ത് നേടാൻ കഴിയും, ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അത് നമ്മളിപ്പോൾ ചെയ്യുക. നാളത്തേക്കും വേറെയും ചെയ്യാനുണ്ട്, അങ്ങനെ കരുതാൻ പറഞ്ഞു. അവർക്കത് ഏത് രീതിയിലാണ് മനസ്സിലായതെന്ന് എനിക്കറിയില്ല. ഏതായാലും അതങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്നും പോയിരുന്നു കാണാൻ.